بسم الله الرحمن الرحيم يا نفس طيبي باللقاء يا عين قري أعينا هذا جمال المصطفى أنواره لاحت لنا بشرى لنا نلنا المنى زال العنا وفالهنا بشرى لنا نلنا المنى زال العنا وفالهنا സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നീണ്ട ഒരു പ്രസംഗം ഇനി ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മഥലു നൂരിഹി കമിഷ്കാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളിലും ഭൂമിയിലും അവൻ്റെ വെളിച്ചത്തെ നൽകുന്നവൻ ആണ്. മഥലു നൂരിഹി, അല്ലാഹുവിൻ്റെ നൂറ്, അല്ലാഹു അവൻ്റെ സൃഷ്ടിയിലേക്ക് കൊടുത്ത ആ നൂറ് പ്രകാശം, അതിൻ്റെ പ്രതീകമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കമിഷ്കാത്തിൻ, ഒരു ലൈറ്റ് ഹൗസ് പോലെയാണ്. അങ്ങനെ ആ ലൈറ്റ് ഹൗസിനെ അല്ലാഹു തആല വിവരിച്ചുകൊണ്ട് പറയുകയും അവസാനം ഈ ആയത്തിന്റെ ഒടുവിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ, അല്ലാഹുവിൻ്റെ നൂറിലേക്ക്, അഥവാ അല്ലാഹുവിൻ്റെ നൂറിൻ്റെ പ്രതീകമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന ഈമാനിലേക്ക് അല്ലാഹു തആല ഹിദായത്താക്കും. മയ്യശാഉ, അല്ലാഹു ഉദ്ദേശിച്ചവരെ, അല്ലാഹു തആല ഉദ്ദേശിച്ചവരെ മാത്രമാണ് അല്ലാഹു തആല അവൻ്റെ നൂറിലേക്ക് ഹിദായത്താക്കുന്നത്. ആ നൂറ് എന്താണ്? അല്ലാഹുവിൻ്റെ നൂറ്, ആ നൂറ് മുഴുവനും കൂടി ഒരുമിച്ച് കൂട്ടിയ അതിൻ്റെ കേന്ദ്രമായി പ്രതീകമായി അല്ലാഹു തആല സൃഷ്ടികളിലേക്ക് കൊടുക്കുന്ന മുഴുവൻ പ്രകാശത്തിൻ്റെയും കേന്ദ്രമായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾ നോക്കൂ, ആ നബി തങ്ങളെ അല്ലാഹു തആല അവിടുത്തെ നൂറിനെയാണ് ആദ്യമായി പടച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ്, വെളിച്ചം, അതിനെയാണ് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത്. വെള്ളത്തെയും ആകാശത്തെയും ഭൂമിയെയും കഅബത്തെയും എല്ലാം പടക്കുന്നതിൻ്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ആണ്. ആ നൂറ് ഒരൊറ്റ മുശ്രിക്കിന്റെയും
ഒരു കുഫറിന്റെയും മുതുകിൽ അല്ലാഹു വെച്ചില്ല. വതഖല്ലുബക ഫിസ്സാജിദീൻ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, ഓ ഹബീബായ നബിയേ, അങ്ങയുടെ നൂറ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന മുവഹ്ഹിദീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളിലൂടെയാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ആമിന റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ ഉമ്മയും ബാപ്പയും രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, ഒരു ചെറിയ ദോഷം പോലും ചെയ്യാത്ത പരിശുദ്ധമായ വ്യക്തികൾ. വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറത്തി ഇലൽ അർഹാമിൽ സകിയ്യത്തി ത്വാഹിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത് എന്ന് ഇമാം ഖത്തല്ലാനി തങ്ങൾ തന്റെ മവാഹിബുൽ ലദുനിയയിലും മറ്റ് നിരവധി മുഹദ്ദിസുകളും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി നമുക്ക് കാണാം. എന്നെ അഥവാ എന്റെ പ്രകാശത്തെ അല്ലാഹു തആല മഹാന്മാരായ മഹത്തുക്കളായ ആളുകളുടെ മുതുകിലൂടെ മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിൽ വരെ എത്തിച്ചു എന്ന്. അപ്പോൾ ആ വെളിച്ചം, നിബിതങ്ങളാകുന്ന വെളിച്ചം, ആ വെളിച്ചത്തെ ഒരു കുഫറിന്റെ മുതുകിൽ അല്ലാഹു വെച്ചില്ല, ഒരു മുശ്രിക്കിന്റെ മുതുകിൽ അല്ലാഹു വെച്ചില്ല, ഒരു ഫാസിഖിന്റെയും ഒരു തമ്മാടിയുടെയും മുതുകിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ വെളിച്ചത്തെ അല്ലാഹു വെച്ചില്ല. അങ്ങനെ അതാ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. ആമിന ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന്, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ നിന്ന് ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിലേക്ക് വന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ജനിക്കുന്നു. അവിടെ നിന്നും കൊടുത്ത വെളിച്ചം അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും. ആ വെളിച്ചമാണ് ഇൽമ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ഗുരുനാഥനായ വകീഅ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, എനിക്ക് ഹിഫ്ള് കൂട്ടിക്കിട്ടാൻ എന്ത് മാർഗം, എനിക്ക് ഹിഫ്ള് കൂട്ടിക്കിട്ടാൻ എന്താണ് മാർഗം? എനിക്ക് എന്ന് പറഞ്ഞാൽ ഏത് വിദ്യാർത്ഥികൾക്കും ഏത് മുതഅല്ലിമുകൾക്കും ഹിഫ്ള് കൂട്ടിക്കിട്ടാൻ, ഇൽമ് കൂടുതൽ പഠിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി വഔസാനി ബിതർകിൽ മഅസി فقال العلم نور الله حقا ونور الله لا يعطى لعاصي. എന്റെ ഗുരുനാഥനായ വകീഅ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ഹിഫ്ളിനെ സംബന്ധിച്ച് സംസാരിച്ചു. അപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞത്, ഒരിക്കലും ദോഷം ചെയ്യാൻ പാടില്ല, ദോഷം ചെയ്താൽ ഹിഫ്ള് കുറഞ്ഞു പോകും. എന്തുകൊണ്ട്? അൽ ഇൽമു നൂറുല്ലാഹി, അത് അല്ലാഹുവിന്റെ പ്രകാശമാണ് ഇൽമു എന്ന് പറയുന്നത്.
യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിച്ചവരെ മാത്രമേ അല്ലാഹുവിന്റെ നൂറിലേക്ക് അവൻ ഹിദായത്താക്കുകയുള്ളൂ എന്ന് ഖുർആൻ പഠിപ്പിച്ച ആ നൂറ്, അതാണ് ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ്ഖാ. ഇൽമു എന്നത് അല്ലാഹുവിന്റെ നൂറാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. അല്ലാഹുവിന്റെ നൂറ് ദോഷിയായ ഒരു മനുഷ്യന് കൊടുക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നൂറ് ദോഷികൾക്ക് അല്ലാഹു കൊടുക്കില്ല. അതാണ് ഇൽമ്. എന്താണ് ഇൽമ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ദോഷം ചെയ്യുന്ന ആളല്ല. 7 വയസ്സായപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം കാണാതെ പഠിച്ചു. പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായി കാണാതെ പഠിച്ചു. എപ്പോൾ? 7 വയസ്സായപ്പോൾ ഖുർആൻ 30 ജുസും കാണാതെ പഠിക്കുകയും ഇമാം മാലിക് തങ്ങളുടെ മുവത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം മുഴുവനും കാണാതെ പഠിക്കുകയും വേറെ എത്രയോ അധികം ഇൽമുകൾ 7 വയസ്സാകുമ്പോഴേക്ക് തന്നെ കാണാതെ പഠിക്കുകയും ചെയ്ത ഏറ്റവും വലിയ പ്രഗത്ഭരായ പണ്ഡിതൻ, ഏറ്റവും വലിയ ബുദ്ധിമാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹിഫ്ള് കുറവിനെ സംബന്ധിച്ചല്ല ചോദിച്ചിട്ടുള്ളത്, മൊത്തത്തിൽ ഹിഫ്ള് കിട്ടാനുള്ള മാർഗമാണ് ചോദിച്ചത്. ഇമാം ഷാഫി കുറ്റം ചെയ്യുന്ന ആളുമല്ല. 7 വയസ്സാകുമ്പോൾ കുറ്റമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി തങ്ങളോട് വക്കീ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കുറ്റത്തെ സംബന്ധിച്ചല്ല, മറിച്ച് എല്ലാ മുതഅല്ലിമീങ്ങളും എല്ലാ ജനങ്ങളും കുറ്റത്തിൽ നിന്ന് മുക്തരാവണം. എങ്കിൽ മാത്രമേ അല്ലാഹുവിന്റെ ഇൽമ് നൂറ് അത് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇൽമ്? എന്താണ് നൂറ്? അത് പത്രം വായിക്കുന്നത് പോലെ കിതാബ് വായിക്കാൻ കിട്ടൽ അല്ല. പത്രം വായിക്കുന്നത് പോലെ കിതാബ് വായിക്കാൻ കിട്ടുന്ന എത്രയോ പണ്ഡിതരെന്ന് പറയപ്പെടുന്നവരിവിടെയുണ്ട്. ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശത്രു അത് പണ്ഡിതൻ ഉണ്ടായിരുന്നു. മറ്റ് പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഇന്ത്യ രാജ്യത്ത് തന്നെ ദീനി ഇലാഹി എന്ന് പറഞ്ഞുകൊണ്ട് മതമില്ല മതം, മതമില്ല മതം എന്ന ആശയം കൊണ്ടുവന്ന അക്ബർ ചക്രവർത്തി, അദ്ദേഹം മതമില്ല മതമാണ് അദ്ദേഹത്തിന്റെ ആശയം. ഒരു മതവും വേണ്ട, ഇസ്ലാമും വേണ്ട, വേറെ ഒരു മതവും വേണ്ട, ഇഷ്ടാനുസരണം നടക്കാം എന്ന മതമാണ് അക്ബർ ചക്രവർത്തിയുടെ മതം. പേര് കേട്ടാ നല്ല മനുഷ്യനാണ്, പക്ഷേ അയാളാണ് ഇന്ത്യ രാജ്യത്ത് ദീനിനെ ഫസാദാക്കിയ വലിയ ഒരു വ്യക്തി. അക്ബർ ചക്രവർത്തിയുടെ ദീനി ഇലാഹി എന്ന മതമില്ല മതപ്രസ്ഥാനം ഇവിടെ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ ചെലവായില്ല. അങ്ങനെ അദ്ദേഹം അന്ന് 2 ഭൗതിക പണ്ഡിതന്മാരെ വിലക്കെടുത്തു. മതപണ്ഡിതന്മാരായി അറിയപ്പെടുന്നു, പക്ഷേ ഭൗതിക ലോകത്തിന് വേണ്ടി, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന 2 പണ്ഡിതന്മാരെ വിലക്കെടുത്തു. അബുൽ ഫൈൽ ഫൈലി എന്നായിരുന്നു അതിൽ തലവന്റെ പേര്. അദ്ദേഹത്തെ വിലക്കെടുത്ത്
അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു പണ്ഡിതനെയും വിലക്കെടുത്തു. അപ്പോ പണ്ഡിതന്മാരെ കിട്ടിയപ്പോ കുറച്ച് ആളുകളൊക്കെ പിന്നാലെങ്ങനെ കൂടി. പക്ഷേ അയാൾ ഉഖ്റവിയായ പണ്ഡിതനായിരുന്നില്ല, ഭൗതിക പണ്ഡിതനായിരുന്നു. അപ്പോൾ യഥാർത്ഥ ഇൽമ്, നൂറ്, വെളിച്ചം അത് ഉള്ളവരാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതരാണ് അൽ അഖ്താബുൽ അർബഅ, അൽ അഇമ്മത്തുൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമുകൾ. അൽ അഖ്താബുൽ അർബഅ, 4 ഖുതുബുകൾ, ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു, താജുൽ ഔലിയായി അസ്സയ്യിദ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു, ശൈഖുൽ മശായിഖ് അശ്ശൈഖ് ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു. അതുപോലെ 5ാമത്തെ ഖുതുബായി അറിയപ്പെടുന്ന ഖുതുബുൽ ഔലിയാ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു, മലിക്കുൽ ഹിന്ദ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സുൽത്താനുൽ ഹിന്ദ് എന്ന് പറയുന്ന ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. ഇവരെല്ലാം ഈ പറഞ്ഞ 100 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് 100 വെളിച്ചം ഇങ്ങോട്ട് ലഭിച്ച് അവർ ആലിമീങ്ങളായവരാണ്. ആ ഉലമാഇന്റെ പരമ്പര ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ട അശ്ശൈഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറ, സിഎം വലിയുള്ള എന്ന് നമ്മുടെ ഇടയിൽ പ്രസിദ്ധരായ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ തങ്ങൾ മഹാനവർകൾ ആ മഹത്തുക്കളിൽ നിന്ന് ഇൽമ് കരസ്ഥമാക്കിയ, നൂറാനിയത്ത് കരസ്ഥമാക്കിയ മഹാനായ വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന്റെ അനുസ്മരണം ലോകത്ത് എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. മടവൂർ തന്നെ 3ാമത്തെ അനുസ്മരണമാണിത്. ഒന്ന് തൻ്റെ വീട്ടിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം പരിപാടി, 2ാമത്തത് ഇവിടുത്തെ ജുമാഅത്ത് പള്ളി കമ്മിറ്റിക്കാർ നടത്തിയ അനുസ്മരണ പരിപാടി, 3ാമത്തത് ഇന്ന് സിഎം സെന്റർ നടത്തുന്ന അനുസ്മരണ പരിപാടി. ഇങ്ങനെ 3 പരിപാടി ഇവിടെ തന്നെ നടക്കുന്നു. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും മിക്ക സ്ഥലങ്ങളിലും മഹാനവറുകളുടെ അനുസ്മരണം നടക്കുന്നു. ഇന്ന് തന്നെ ഞാൻ മറ്റൊരു അനുസ്മരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ അനുസ്മരണം ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളാഹി തങ്ങളവറുകളുടെ വഴിക്ക് ഇവിടെ നടക്കുന്നത് അവിടുത്തെ ഇൽമിന്റെ മഹത്വം കൊണ്ടാണ്. അവിടുത്തെ ഇൽമ് ഭൗതികമായ ഇൽമല്ല, ആത്മീയമായ ഇൽമാണ്, നൂറാനിയത്ത്. അതാണ് അവിടുത്തെ ഇൽമ്. ആ ഇൽമ് യഥാർത്ഥ ഇൽമായിരുന്നു എന്നതിൻ്റെ അടയാളം എന്ത്? അടയാളം മറ്റൊന്നുമല്ല, തഅലീമു മാ അല്ലമല്ലാഹ് വതഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അല്ലാഹു തആല ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുകയും അല്ലാഹു നിസ്സാരപ്പെടുത്തിയ വസ്തുക്കളെ നിസ്സാരമായി കാണുകയും ചെയ്യുക. ഇതാണ് ഇൽമ്. ശരിയായ ഇൽമാണോ അതല്ല തെറ്റായ ഇൽമാണോ എന്ന് മനസ്സിലാക്കാനുള്ള അടയാളം. ഞാൻ പലപ്പോഴും ഇവിടുത്തെ പരിപാടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല, ഉണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളാഹി അവരുടെ അവസ്ഥ എന്തായിരുന്നു? തഅലീമു മാ അല്ലമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക.
അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര അഹ്ലു ബൈത്ത് അവരെ ബഹുമാനിക്കുക. സിയം വലിയല്ലാഹി പഠിപ്പിച്ചതാണ് അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കൽ. എത്രയായിരുന്നു ബഹുമാനിക്കൽ? പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് അവേലത്ത് സയ്യിദന്മാർ, സയ്യിദ് എംബിച്ചിക്കോയ തങ്ങൾ, സയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദൽ തങ്ങൾ, ഈ രണ്ട് തങ്ങന്മാരെയും കാണാൻ പലപ്പോഴും ബഹുമാനപ്പെട്ടവർ ആദ്യകാലത്ത് പോകാറുണ്ടായിരുന്നു. പിന്നീട് എവിടെയും പോകാതെ ആയ കാലം വന്നപ്പോ സയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദൽ തങ്ങൾ പലപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അവരെ കാണാൻ പോയിട്ടുണ്ട്, കോഴിക്കോട്ട് പോയിട്ട്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മലർന്ന് കിടക്കുന്ന സമയത്ത് സയ്യിദിനെ കാണുമ്പോഴേക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോയി. അവിടുന്ന് എഴുന്നേറ്റിരുന്നു. അഹ്ലു ബൈത്തിനെ കാണുമ്പോൾ വലിയ ബഹുമാനം. ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അടയാളമായി. പരിശുദ്ധ ഖുർആൻ വളരെ ബഹുമാനം. മുത്തഅല്ലിമീങ്ങൾ, ചെറിയ കുട്ടികൾ, മുത്തഅല്ലിം എന്നാൽ ചെറിയ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ മദ്രസയിലേക്ക് പോകുമ്പോൾ ഖുർആൻ മുസ്ഹഫ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികൾ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഈ ആഗോലി കൊണ്ടുപോകുന്നത് പോലെ ചന്തിന്റെ താഴെ ആക്കിയിട്ട് മുസ്ഹഫ് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ മുത്തഅല്ലിമീങ്ങൾ മിസ്കാത്ത് തുടങ്ങിയ ഹദീസിന്റെ കിതാബുകൾ ഇങ്ങനെ തൂക്കിപ്പിടിച്ചുകൊണ്ട് ചന്തിന്റെ താഴെയാക്കി കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് കിതാബ് ഉയർത്തിപ്പിടി എന്ന് പറഞ്ഞുകൊണ്ട് ആ കിതാബിനെ ബഹുമാനിക്കുകയും ബഹുമാനിക്കാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തതായി ഞാൻ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും ബഹുമാനിക്കുക. ഒരു ദിവസം നരിക്കുനി, നമ്മുടെ അടുത്ത നാടാണല്ലോ, നരിക്കുനി അങ്ങാടിക്കടുത്ത ആ വയലിൽ വലിയൊരു വഅദിന്റെ സദസ്സ് ഉണ്ട്. ആ സദസ്സിൽ വഅദ് പറയുന്നത് ഞാനാണ്. അവിടെ ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട മഹാനവറുകളെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ സദസ്സിലേക്ക് പോയി. സ്റ്റേജിന്റെ മുകളിലേക്ക് കയറിയപ്പോൾ സ്റ്റേജിന്റെ മുകളിൽ ഒരു മേശ വെച്ചിട്ടുണ്ട്. ആ മേശപ്പുറത്ത് സാധാരണ നമ്മളെ പള്ളികളിൽ നിസ്കരിക്കാനിടുന്ന മുസല്ല, ആ മുസല്ലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുബ്ബയുടെ ഫോട്ടോ ഉള്ള മുസല്ല അതാണ് വിരിച്ചിട്ടുള്ളത്. ഈ മുസല്ലന്റെ മുകളിൽ ഫ്ലാസ്ക്, ചായ തിളച്ച ഫ്ലാസ്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. നരിക്കുനി അങ്ങാടിയിൽ വെച്ച്, നരിക്കുനി വയലിൽ വെച്ച് ഉണ്ടായ സംഭവമാണ്. ബഹുമാനപ്പെട്ട ഒരു സ്റ്റേജിലൊക്കെ അങ്ങോട്ട് കയറി. ഇത് കണ്ട ഉടനെ തന്നെ ഒരാളെ വിളിച്ചിട്ട് ഫ്ലാസ്ക് എടുക്കുക എന്ന് പറഞ്ഞ് എടുപ്പിച്ചു, ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞ് എടുപ്പിച്ചു. അങ്ങനെ ആ മുസല്ല അവിടത്തെ കൈകൊണ്ട് തന്നെ എടുത്ത് ചുംബിച്ചുകൊണ്ട് മടക്കി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ബഹുമാനത്തിൽ വെക്കാൻ പറഞ്ഞു. വേറെ ഒരു നാടൻ മുസല്ല കൊണ്ടുവാ, വിരിപ്പ് കൊണ്ടുവാ എന്ന് പറഞ്ഞു. വിരിപ്പ് അടുത്ത വീട്ടുകാരനായ ഖാദിർ ഹാജിയുടെ വീട്ടിൽ പോയി ഒരു വിരിപ്പെടുത്ത് കൊണ്ടുവന്ന് ആ വിരിപ്പ് മേശപ്പുറത്ത് വിരിച്ചതിന്റെ ശേഷം മാത്രമാണ് താൻ സ്റ്റേജിൽ ഇരുന്നത്. ഇരിക്കുന്നതിന്റെ മുമ്പ് ജനങ്ങളോട് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൗദത്ത് മുബാറക്കിന്റെ മുകളിലുള്ള, അവിടുത്തെ ഖബർ ഷരീഫിന്റെ മുകളിലുള്ള അൽ ഖുബ്ബത്തുൽ ഖദറാ, ആ പച്ച കുബ്ബയില്ലേ, ആ കുബ്ബയുടെ ഫോട്ടോ ആണ് ഇത്. ഇത് നിനക്ക് പ്ലാസ്ക് വെക്കാനുള്ളതല്ല,
ഇത് നിനക്ക് ക്ലാസ് വെക്കാനുള്ളതല്ല. അതിനെ ബഹുമാനിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കണം. അവിടുന്ന് കിടക്കുന്ന വീട് ബഹുമാനിക്കണം. അവിടുത്തെ ഖബറു ശരീഫിനെ ബഹുമാനിക്കണം. ആ ഖബറിന്റെ മുകളിലുള്ള കുബ്ബയെ ബഹുമാനിക്കണം. ആ കുബ്ബയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതും ബഹുമാനിക്കണം. അതിനെ നിസ്സാരപ്പെടുത്തിയാൽ നിന്റെ ഈമാൻ കുറഞ്ഞു പോകുമെന്ന് ബഹുമാനപ്പെട്ടവർ സ്റ്റേജിൽ നിന്ന് ലൗഡ് സ്പീക്കറിലൂടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരിക്കച്ചേലയിൽ ഇരുന്നുകൊണ്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്തത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അൽ ഖുബ്ബത്തുൽ ഖദ്റാ ബഹുമാനപ്പെട്ട മുജദ്ദിദുൽ മില്ലത്ത് അഹ്മദ് റസാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറയുകയുണ്ടായി, ഞാനങ്ങ് മദീന മുനവ്വറയിലേക്ക് ചെന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുബ്ബ എന്റെ കണ്ണിന്റെ മുമ്പിലങ്ങ് പെട്ടു. അങ്ങനെ ഞാനിതാ തഹയ്യുറായി അതിന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ ഈ കുബ്ബന്റെ മുമ്പിലൊന്ന് സുജൂദ് ചെയ്യണം എന്നെനിക്ക് എന്റെ ശരീരം എന്നോട് പറയുകയുണ്ടായി. പക്ഷേ അല്ലാഹുവിനല്ലാതെ സുജൂദ് പാടില്ല, ഖബറിന്റെ അടുത്ത് സുജൂദ് പാടില്ല, മറ്റൊരു വ്യക്തിക്കോ ഒരു സൃഷ്ടിക്കോ സുജൂദ് പാടില്ല എന്ന് ശരീഅത്ത് കൽപ്പിച്ചത് കൊണ്ട് ഞാൻ സുജൂദ് ചെയ്തില്ല എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് റസാ തങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പറഞ്ഞതിന്റെ താല്പര്യം അല്ലാഹുവിന്റെ ഹബീബിന്റെ നേരെ മുകളിലുള്ള ആ കുബ്ബക്ക് മഹത്വമുണ്ട്. ആ കുബ്ബയുടെ സൂറത്ത് എടുത്താൽ അതിന് മഹത്വമുണ്ട്. അതിനെപ്പോലും ബഹുമാനിക്കണം എന്നാണ് അഹ്മദ് റസാ ഖാൻ തങ്ങൾ പറഞ്ഞത്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങൾ ഇവിടെ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നത്. കാരണം നബി തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും ബഹുമാനിക്കണം. നിങ്ങൾ കണ്ടില്ലേ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമീങ്ങളിൽ ഒരാളായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു ഖാദിമാണ്. അതുപോലെ റബീഅത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഖാദിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് സഹാബികൾ ഖാദിമീങ്ങളായിട്ട് ഉണ്ട്. ആ ഖാദിമീങ്ങളിൽപ്പെട്ട പ്രായം കൂടുതലുള്ള ആളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഏത് സമയത്തും റസൂലുള്ളാഹി കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കിട്ടാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു. ചില ദിവസം അവിടെ തന്നെ ഇങ്ങനെ കാത്തു നിൽക്കും, കഴിച്ചു ബാക്കി കൊടുക്കും. ചില ദിവസം റസൂലുള്ള വീട്ടിലേക്ക് കൊടുത്തയക്കും. ഒരു ദിവസം അതാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വീട്ടിലേക്ക് ഒരു പാത്രം ഭക്ഷണം കൊടുത്തയക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഭക്ഷണം അല്ലാഹുവിന്റെ റസൂലിന് ആരോ ഹദിയയായി പാകം ചെയ്ത് കൊടുത്തയച്ചതാണ്. അതിന്റെ പാത്രം ഒന്ന് തുറന്നു നോക്കി, അല്ലാഹുവിന്റെ റസൂൽ അതിൽ നിന്ന് കഴിക്കാതെ പാത്രം മുഴുവനും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് കൊടുത്തയച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തുറന്നു നോക്കി, അതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ തൊട്ടിട്ടില്ല, കൈയിന്റെ അടയാളം അതിലില്ല, കൈ അതിൽ വെച്ചിട്ടില്ല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പാത്രം അടച്ചുകൊണ്ട് അത് തിരിച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ, അങ്ങയുടെ ശറഫാക്കപ്പെട്ട കൈ തൊട്ട ഭക്ഷണം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത്. ഇതിൽ തങ്ങളെ കൈ വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അത് ആവശ്യമില്ല. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവിടത്തോട് പറയുന്നു, നീ കഴിച്ചോ? അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിക്കുന്നു, എന്താണ് തങ്ങൾ ഈ ഭക്ഷണം കഴിക്കാതിരുന്നത്? അവിടുന്ന് പറഞ്ഞു, ഇതിൽ ഉള്ളിയുടെ മണമുണ്ട്, ഉള്ളിയുടെ വാസനയുണ്ട്, അതെനിക്ക് കഴിക്കാൻ പാടില്ല. നീ അഭിമുഖീകരിക്കാത്ത പലരോടും
ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ മലക്കുകളോട് സംസാരിക്കുന്ന ആളാണ്. അതുപോലെ പ്രമുഖരായ പല വ്യക്തികളും എന്റെ സദസ്സിൽ വന്ന് ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വായിൽ നിന്ന് ഉള്ളിൻ്റെ മണം വന്നാൽ അതും ആളുകൾ വെറുത്തു കളയും. അങ്ങനെ വെറുപ്പുള്ള മണം ഉള്ള ഒരു സാധനം തിന്നാൻ പാടില്ല, പുക വലിക്കാൻ പാടില്ല. പുക അഥവാ വലിച്ചു പോയാൽ നീ മനുഷ്യരെ ബുദ്ധിമുട്ടാക്കാൻ പോകരുത്. ആ പുക വലിച്ച വായു കൊണ്ട് നീ ഒരാളോട് സംസാരിക്കാൻ പോകരുത്. പുക വലിക്കാനേ പാടില്ല. ഇനി അഥവാ വലിച്ചു പോയാൽ അതിൻ്റെ മണം പോയിട്ടല്ലാതെ മനുഷ്യന്മാരോട് സംസാരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറയുന്നു, ഇതിൽ ഉള്ളി കൂട്ടിയത് കൊണ്ടാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ, ഉള്ളി ചേർത്തിയത് തങ്ങൾക്ക് പാടില്ല, എനിക്ക് പാടുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അത് ഹറാമല്ല, പക്ഷേ അത് ഉള്ളിയുടെ മണം അധികമുണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഏതോ ആവട്ടെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ അതിന്റെ മുകളിൽ വെക്കാത്തതിന് ബറക്കത്ത് ഇല്ലാത്തത് കൊണ്ട് അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മടക്കി അയക്കുകയായിരുന്നു. അതേ സമയത്ത് എപ്പോൾ ഭക്ഷണം കഴിച്ചാലും ആ കഴിച്ച ഭക്ഷണത്തിലൊന്ന് ബാക്കിയുള്ളതിനും കൈവച്ചുകൊണ്ട് കൊടുത്തയക്കുകയും അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ കഴിക്കുകയും ചെയ്യുന്നു. അതുപോലെ സ്വഹാബികൾ മുഴുവനും അത് ഒറ്റിപ്പറിച്ചെടുത്തുകൊണ്ട് റസൂലുള്ള കഴിച്ച ബാക്കിയുള്ള ഭക്ഷണം, അവിടുത്തെ കൈ തൊട്ട ഭക്ഷണം ബർക്കത്തിന് വേണ്ടി അതാ സ്വഹാബത്ത് കഴിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെരുപ്പെടുത്ത് തുടച്ചു കൊടുക്കുമ്പോൾ നബി തങ്ങളെ ചെരുപ്പ് എടുത്തുകൊണ്ട് അത് മണ്ണെല്ലാം പോക്കി തുടച്ചു കൊടുക്കുന്ന സമയത്ത് ഒരൊറ്റ പ്രാവശ്യവും ചെരുപ്പ് തലയിൽ വെക്കാതെയോ അത് ചുംബിക്കാതെയോ റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ചുംബിക്കുന്നു, ചെരുപ്പ് തലയിൽ വെക്കുന്നു. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഹബീബിന്റെ കാല് തൊട്ട ചെരുപ്പല്ലേ. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ കാല് തൊട്ട ചെരുപ്പല്ലേ. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് തൊട്ട കല്ല്, ആ കല്ലാണ് മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം. ഇവിടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത്. ആ മഖാമു ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് ചവിട്ടിയ കല്ല് ആകുന്നു. ആ കല്ലിനെ അല്ലാഹു തആല ദൃഷ്ടാന്തമായി പ്രഖ്യാപിക്കുകയും മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് നിങ്ങൾ നിസ്കരിക്കണമെന്ന് കൽപ്പിക്കുകയും നിസ്കാരം സുന്നത്താക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഖലീലുല്ലാഹിയുടെ കാല് വെച്ചത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് വെച്ചതിന് ഇത്രയും അധികം ശ്രേഷ്ഠതയുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാല് വെച്ചതിന് എത്ര ശ്രേഷ്ഠതയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ചെരുപ്പെടുത്ത് തലയിൽ വെക്കുന്നു, ആ ചെരുപ്പ് ചുംബിക്കുന്നു. മണ്ണ് തുടച്ചിട്ട് പൊടി തുടച്ചിട്ട് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഇതാണ് സഹാബത്ത് പഠിപ്പിച്ചത്. അതാണ് ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി ഇവിടെ പഠിപ്പിച്ചത്. വിദേഹത്തിന്റെ അഹൽക്കാർ ഇവിടെ വന്ന്, പുത്തൻ പ്രസ്ഥാനക്കാരിവിടെ വന്ന് അത് മുഴുവനും വലിച്ചെറിഞ്ഞു. റസൂലുള്ളാഹിന്റെ ചെരുപ്പിന് മഹത്വമില്ല, റസൂലുള്ളാഹിന്റെ വിയർപ്പിന് മഹത്വമില്ല, റസൂലുള്ളാഹിന്റെ ഷഅറ് മുടി അതിന് മഹത്വമില്ല, റസൂലുള്ളാഹിയുടെ നഖത്തിന് മഹത്വമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മനുഷ്യനെ കുഫരിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, കുഫറിലേക്ക് കൊണ്ടുപോവുകയാണ്.
വല്ലദീന ഇന്നല്ലദീന യുഅദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്തിന്റെ നേരെ താഴെയുള്ള ആയത്തിൽ നമുക്ക് കാണാം ഇന്നല്ലദീന യുഅദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ബുദ്ധിമുട്ടിക്കുന്നവർ അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, ശാപമുണ്ട്, അവന്റെ ശിക്ഷയുണ്ട്, അവന്റെ ദേഷ്യമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. തുടർന്ന ആയത്തിൽ കാണാം വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വഇത്മം മുബീനാ. വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, മുഅ്മിനായ പുരുഷന്മാരെയും മുഅ്മിനാത്തുകളായ സ്ത്രീകളെയും ബുദ്ധിമുട്ടിക്കുന്നവർ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ, അവർ കള്ളത്തരം കറ്റുകെട്ടി ചുമന്നവരാകുന്നു എന്ന്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വടിയെടുത്ത് കുത്തുക എന്നല്ല, അടിക്കുകയെന്നല്ല, ചീത്ത പറയുക എന്ന് മാത്രമല്ല. നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിക്കുന്നു മൻ ആദാ ശഅറതൻ മിൻ ശഅരി ഫഖദ് ആദാനി. എൻ്റെ മുടി, എൻ്റെ ശരീരത്തിൽ നിന്നുള്ള രോമം, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു രോമത്തെ, ഒരു മുടിയെ ഒരാൾ ബഹുമാനിക്കാതിരിക്കുകയോ ബഹുമാനിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുകയോ ബഹുമാനിക്കുന്നവരെ യാതൊരു കാരണവും കൂടാതെ ആക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്താൽ ഫഖദ് ആദാനി, അവൻ എന്നെ ബുദ്ധിമുട്ടിച്ചവനായി. വമൻ ആദാനി, എന്നെ ബുദ്ധിമുട്ടിച്ചാൽ ഫഖദ് ആദല്ലാഹ്, അവൻ അല്ലാഹുവിനെ ബുദ്ധിമുട്ടിച്ചവനായി. വമൻ ആദല്ലാഹ ഹറമ ദഖലന്നാർ, വേറൊരു റിവായത്തിൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗത്തെ അല്ലാഹു ഹറാമാക്കുന്നു, അവനെ നരകത്തിൽ അല്ലാഹു തആല ഇടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിപ്പം നോക്ക്, എല്ലാത്തിലും ഗ്രൂപ്പിസം, എല്ലാ വിഷയത്തിലും ഗ്രൂപ്പിസം, കക്ഷിത്വം. ഒരു മുദരിസ്, ഒരു ഖതീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക് ബഹുമാനിക്കണം എന്ന് പറഞ്ഞു പോയോ, അയാൾ ഗ്രൂപ്പ് മാറി, പുറത്താക്കണം. എവിടെ എത്തിപ്പോയി ഖൗമിന്റെ വിവരക്കേട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു ഖതീബോ ഒരു മുദരിസോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്കിനെ ബഹുമാനിക്കണം, അതിനെ നിസ്സാരപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ അയാളെ പിരിച്ചുവിടണം, അയാൾ ഗ്രൂപ്പുകാരനാണ്. പ്രിയപ്പെട്ട മുഅ്മിനെ, എവിടെയാണ് എത്തിയത്? യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ, യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറായി പോകുന്നു. വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെയാകുമ്പോഴേക്ക് കാഫിറായി പോകുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അക്കാലമല്ലേ ഇതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലെങ്കിൽ ഇവിടെ എന്ത് ഗ്രൂപ്പിസം വരുന്നു, ഇവിടെ എന്ത് കക്ഷിത്വം വരുന്നു? മുസ്ലിമായ മനുഷ്യരാണോ അവന് അല്ലാഹുവിന്റെ ഹബീബിനെ ബഹുമാനിക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഅറിനെ ബഹുമാനിക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പിനെ ബഹുമാനിക്കണം, അവിടുത്തെ കൈനഖത്തെ ബഹുമാനിക്കണം. സഹീഹുൽ ബുഖാരിയിൽ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയും അവിടുത്തെ കയ്യിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വിയർപ്പുകൾ ഇങ്ങനെ വടിച്ച് കുപ്പിയിൽ നിറക്കുകയാണ്. ആ സമയത്താണ് അവർ ഉണരുന്നത്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നബിയേ, അങ്ങയുടെ വിയർപ്പ് ഞങ്ങളിതാ കുപ്പിയിൽ നിറക്കുകയാണ്. അങ്ങയുടെ വിയർപ്പിന് കസ്തൂരിയായ
ഏറ്റവും വലിയ നല്ല സുഗന്ധവാസനയുള്ള കത്തൂരിയേക്കാൾ മിസ്കിനേക്കാൾ വാസനയുണ്ട് നബിയേ. അതുകൊണ്ട് ആ വിയർപ്പ് കൊണ്ട് ഞങ്ങൾക്ക് അത്തറായി ഉപയോഗിക്കാനും ഞങ്ങൾ ബറക്കത്തെടുക്കാനും വേണ്ടി അവിടുത്തെ വിയർപ്പ് ഞങ്ങൾ വടിച്ച് കുപ്പിയിൽ നിറക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് കൈ അവിടെ തന്നെ വെച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ വിയർപ്പ് വടിച്ചെടുത്തു കൊള്ളുക എന്ന് പറയുകയും ആയിഷ ബീവിയും ഉമ്മു സലമത്ത് ബീവിയും അത് വടിച്ച് കുപ്പിയിൽ നിറക്കുകയും ചെയ്തു എന്ന് സഹീഹുൽ ബുഖാരിയിലുണ്ട് സഹോദരങ്ങളെ. അതുപോലെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ശഅർ നിങ്ങളൊക്കെ കേട്ടതാണ്. അതിനെ സംബന്ധിച്ച് ഞാനിനി പറയേണ്ടതില്ല. ലഅൻ തകൂന ശഅറത്തും മിൻ ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. റസൂലുള്ളാഹിയുടെ ശഅറിൽ നിന്ന് ഒരു കഷ്ണം എൻ്റെ അടുക്കലുണ്ടാകുന്നത് അത് ദുനിയാവ് മുഴുവനും ഉണ്ടാകുന്നതിനേക്കാൾ ഖൈറാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വഹാബികളും താബിഈകളും തബഉത്താബിഈകളും അയിമ്മത്ത് മുജ്തഹിദുകളും ഔലിയാക്കളും മാരിഫീകളും സ്വാലിഹീങ്ങളും എല്ലാം ബഹുമാനിച്ചിട്ടുണ്ട്. ഈ മടവൂര് ജുമുഅത്ത് പള്ളി ചെറിയൊരു പള്ളിയായിരുന്നു. ആ പള്ളി പൊളിച്ച് വലുതാക്കണം, വലിയ പള്ളി ഉണ്ടാക്കണം എന്ന് ബഹുമാനപ്പെട്ട മടവൂർ CM വലിയുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു. ഒരിക്കൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഈ നാട്ടുകാർ തന്നെ നന്നാക്കുന്നതാണ്, പക്ഷേ അവരോട് ഒരു വിവരം പറയണം. പഴയ പൂർവീകന്മാർ മദീനയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും മണ്ണിന്റെ തരികൾ കൊണ്ടുവന്ന് ഈ പള്ളിയുടെ മെഹ്റാബിൽ കൂട്ടിച്ചേർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മെഹ്റാബ് മാത്രം പൊളിക്കരുത് എന്ന് നിങ്ങൾ പറയണം എന്ന് എന്നോട് പറയുകയും അത് ഞാൻ മടവൂരിലുള്ള അന്നത്തെ പള്ളി കമ്മിറ്റിക്കാരോടും ബന്ധപ്പെട്ടവരോടും പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ പൊളിച്ചോ അത് മാറ്റിയോ വെച്ചോ എന്ന് എനിക്കറിയില്ല. പൊളിച്ചിട്ടില്ല, കണ്ടോ? അങ്ങനെ തന്നെ ഉണ്ട്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ ബഹുമാനം നോക്കൂ നിങ്ങൾ. അതാണ് ഇൽമ് സഹോദരങ്ങളെ. മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട മണ്ണ് ഇവിടെ പൂർവീകന്മാർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആരാണ് ഇവിടുത്തെ പൂർവീകന്മാർ? വലിയ മഹാന്മാർ. CM വലിയുള്ളാഹിയുടെ പിതാവ് തന്നെ വലിയ മഹാൻ. അതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് മഹാന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ പഴയ പള്ളി ഉണ്ടാക്കുമ്പോൾ മെഹ്റാബിൻ്റെ അടുത്ത് മദീനയിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തൊടാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അതിപ്പോഴും അങ്ങനെ തൊട്ടിട്ടില്ലെന്നാണ് ഇപ്പോൾ അനുഭവസ്ഥന്മാർ എന്നോട് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കൂ, ഇതാണ് ബഹുമാനം. ഇത് ഖുറാഫാത്തൊന്നും അല്ല, ഇത് അന്ധവിശ്വാസമല്ല, ഇത് വിവരക്കേടല്ല, ഇത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കൽ മാത്രമല്ല, നോമ്പ് പിടിക്കൽ മാത്രമല്ല, സകാത്ത് കൊടുക്കൽ മാത്രമല്ല, ഹജ്ജ് ചെയ്യൽ മാത്രമല്ല. അത് നിഷേധിക്കല്ല. അത് മാത്രം കൊണ്ട് ഇസ്ലാമാവൂല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ബഹുമാനിച്ച മുഴുവൻ വസ്തുക്കളെയും ബഹുമാനിക്കണം, അല്ലാഹു ആദരിച്ച വസ്തുക്കളെ ആദരിക്കണം. അതാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് മഹാനവറുകളുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഈമാനുള്ള ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട
എല്ലാ വസ്തുക്കളെയും ബഹുമാനിക്കണം. അവിടുത്തെ ഷഅർ മർക്കസ് തഖാഫത്തി സുന്നിയയിൽ കിട്ടി. സുബ്ഹാനല്ലാഹ്, ഈ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഒരു വലിയ മഹാൻ അവിടെ വന്നിരുന്നു മർക്കസിൽ. അദ്ദേഹം എന്നോട് നിർബന്ധിച്ച് എനിക്കതൊന്ന് കാണണമെന്ന് നിർബന്ധിച്ചപ്പോ ഞാൻ അതെടുത്ത് അഴിച്ചു നോക്കിയപ്പോൾ നമുക്ക് മർക്കസിൽ ആദ്യമായി ലഭിച്ച ആ ഷഅർ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല ഉലമാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. ശരീരത്തിൽ നിന്ന് രോമമോ മറ്റ് ഒരു അവയവമോ പിരിഞ്ഞു പോയാൽ അപ്പോൾ അത് മരിച്ചു പോകും സാധാരണ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അങ്ങനെയല്ല. അവിടുത്തെ ശരീരത്തിൽ നിന്ന് വിരിഞ്ഞ രോമത്തിനും ഹയാത്ത് അവിടെ ബാക്കിയുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മുടികൾ വിരിയുകയും ആ മുടികൾ നീളുകയും ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഔലിയാക്കൾ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ, വാശിയും തർക്കവും ഗ്രൂപ്പിസവും അതൊക്കെ വേറെ എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അതിന് പോകരുത്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ബഹുമാനം കുറക്കലായി പോകും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അത് ഞാൻ പ്രത്യേകം സാന്ദർഭികമായി പറയുന്നത് ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി മഹാനവരുകളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാനും ഹിദായത്തും ഏറ്റിത്തരുമാറാകട്ടെ. ഞാൻ ആ മഹാനവരുകളുടെ ആ ഹയാത്ത് കാലത്ത് അവിടുന്ന് പഠിപ്പിച്ച ആ വലിയ അറിവിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ തഅ്ലീമുമാ അല്ലമല്ലാഹ്. അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കൽ, അള്ളാഹു നിസ്സാരപ്പെടുത്തിയതിന് നിസ്സാരമായി കാണൽ. അത് നിങ്ങൾ എല്ലാവരും മുറുകെ പിടിക്കണം, എല്ലാവരും അത് ഓർമ്മയിൽ വെക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അവിടുത്തെ പേരിലാണ് ഈ കാണുന്ന കെട്ടിടവും അപ്പുറത്തുള്ള കെട്ടിടവും എല്ലാം ഉൾക്കൊള്ളുന്ന CM സെന്റർ നടക്കുന്നത്. ഇവിടെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയോടുള്ള ബഹുമാനത്തിൻ്റെ പേരിൽ ഈ കുട്ടികളെ പോറ്റി വളർത്തുന്നതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചില ആളുകൾ ആക്ഷേപിക്കാറുണ്ട്, അവിടെ അതൊക്കെ പറഞ്ഞ് വഴലും നസീഹത്തും ഒക്കെ ചെയ്ത് അവസാനം പിന്നെ പൈസ പിരിപ്പിക്കലാണ്. ഞാൻ ചോദിക്കട്ടെ, പറയുന്നവർ സൈക്കിളിൽ കാറ്റടിക്കുന്ന പോലെ കാറ്റടിച്ചിട്ട് ആ കുട്ടികളെയൊക്കെ പോറ്റൽ എന്ത് തോന്നിവാസമാണ് ഈ പറയുന്നത്? നസീഹത്ത് പറയുന്നു, വഅദ് പറയുന്നു, അത് ചെയ്യണം, അത് പഠിക്കണം, സ്ഥാപനം നടത്തണം, അതിന് കാശ് വേണം, അതും കൊടുക്കണം. കൊടുക്കാതെ ആകാശത്തിൽ നിന്ന് സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് മഴ പെയ്യാറില്ല, ഭൂമിയിൽ നിന്ന് കൂൻ പൊടിയാറില്ല സ്വർണത്തിന്റെ. പിന്നെ സാധുക്കളായ ജനങ്ങളോട് ചോദിച്ചു വാങ്ങിയിട്ടാണ് ഈ പാവപ്പെട്ട മുതഅല്ലിമുകൾക്ക് ഭക്ഷണവും വസ്ത്രവും വെള്ളവും വെളിച്ചവും വിദ്യാഭ്യാസവും നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിലെല്ലാം പങ്കാളികളാവണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരുപാട് വ്യക്തികൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ രോഗികളുടെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, അവർക്ക് രോഗം വേണ്ട എന്നൊരൊറ്റ വാക്ക് CM വലിയുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മാറിപ്പോയ അനുഭവങ്ങളുണ്ടല്ലോ. ആ മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാഹ്.